ഹായ് നമസ്കാരം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ കണ്ടുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ഭക്ഷണത്തിന്റെ ഒരു വലിപ്പം. ഇന്നും അത്തരത്തിൽ ഒരു വലിപ്പമുള്ള രുചി കൊണ്ടും അല്ലെങ്കിൽ അതിനൊരു ക്വാണ്ടിറ്റി കൊണ്ടും വളരെ വലിപ്പമുള്ള ഒരു ഭക്ഷണത്തിന്റെ കാഴ്ചയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതായത് ഒരു 10-30 കിലോ വരുന്ന കണവ നമ്മൾ കണവ എന്താണ് ചെയ്യാൻ പോണേ? കണവ നമ്മൾ പെരട്ടിയെടുക്കാൻ. കണവ പെരട്ട്, നമ്മൾ ചിക്കൻ പെരട്ടൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മൾ ആസ്വദിച്ചിട്ടുള്ളതാണ്. കണവ പെരട്ടാണ് ഇന്ന് വരാൻ പോകുന്നത്. അത് 30 കിലോ കണവയാണ് പെരട്ടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കണവയുടെ വെയിറ്റ് തന്നെ ഉണ്ടാവും ഏകദേശം 4-5 കിലോ അല്ലേ? ഇത് കണ്ടിട്ടില്ലേ? നോക്കൂ, ഏതാണ്ട് എന്റെ പകുതിയോളം ഉണ്ട് ഒരു കണവ. അതൊന്നും വലുതാ, ഇപ്പുറത്ത് കിടപ്പുണ്ട്. എന്റെ അമ്മ, ജിമ്മിൽ പോയി ഡമ്പൽ അടിക്കും പോലെ ഉണ്ട്. അതിന്റെ ആ ഒരു കറുത്ത മഷി ഇങ്ങനെ വരുന്നുണ്ടല്ലേ ഇപ്പോഴും. ഈ കണവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാലോ. ഇത് കടലില് ഇതിനെ പോയി പിടിക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ള ശത്രുക്കളുടെ മുന്നേ ഇതൊരു കറുത്ത ഒരു വലിയ ഭീകരമായ ഒരു കറുത്ത മഷി മറ്റുള്ള ശത്രുക്കളുടെ കണ്ണിലൊക്കെ ഇട്ടയച്ച് പോയി കളയും. ആ ഒരു കറുപ്പം കുറെ ഇവിടെ കഴുകി കളഞ്ഞു, ഒരു ടാർ പോലെ റോഡിന്റെ കളറിൽ ഒരു ഇങ്ങനെ കഴുകി കളഞ്ഞ് ഞാൻ കണ്ടായിരുന്നു. എന്നാലും ഇത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടല്ലേ ആ മഷി? ഇത് നമ്മളെ സാധാരണ കണവ, അതിന്റെ വലുത്. പക്ഷേ നമ്മളെ വീട്ടിലൊക്കെ വാങ്ങുന്ന കണവയെക്കാളും ഭയങ്കര വലുതാണ്. പക്ഷെ ഈ അടുത്തിരിക്കുന്ന കണവയുടെ അടുത്ത് അതൊരു കുഞ്ഞായിട്ടിരിക്കുക. അപ്പൊ ചേട്ടാ, ഇതിലേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? അത് ആദ്യം ഒന്ന് കേൾക്കട്ടെ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി, മല്ലിപ്പൊടി, കരിവേപ്പില, മല്ലിയില, പുതിനയില, ലെമ്പയില, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ 2 അരിഞ്ഞത്, വെളിച്ചെണ്ണ. ഇത്രയാണ് വേണ്ടത് അല്ലേ? അപ്പൊ ആദ്യം ഇതിനെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ അടുപ്പ് എവിടെ? അടുപ്പ് വെച്ചിട്ടുണ്ടല്ലേ? അരിഞ്ഞതിന് ശേഷമല്ലേ അടുപ്പിന്റെ ആവശ്യമുള്ളല്ലേ? അപ്പൊ നമ്മളെ ഈ തടിയൻ കണവയെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനെ കണ്ട് ഭയം നിൽക്കുകയാണ്. ഇതിനെ കണ്ട് ചേട്ടൻ പേടിച്ച് നിൽക്കുകയാണ്. ഇത് ഡെയിലി ചേട്ടന്റെ കടയിൽ വാങ്ങുന്നതല്ലേ? കടയിൽ വാങ്ങുന്ന ആള് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ആള് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത് ആള് വെച്ചാ കട്ട് ചെയ്യണല്ലേ? ഇറച്ചി വെട്ടും ഒരുപാടാണ്. പക്ഷേ അത്രയ്ക്ക് സ്ട്രോങ് ആണോ? ശരിയാ, ഞാനിത് പിടിച്ചപ്പോ മരം പോലെ ഇരിക്കുന്നു. സാധാരണ കണവ എന്നൊക്കെ പറയുമ്പോ അതെനിക്ക് തോന്നുക ഞാൻ നല്ല ബലത്തിലാണ് അങ്ങനെ പിടിച്ച് ഓടിക്കാൻ ശ്രമിക്കുന്നത്, ഒഴിയുന്നില്ല. ഇത് മറ്റേ നാക്കാണോ? ഇല്ല, കിളിക്കൊക്കെ കൊടുക്കണേ അതേപോലെ സാധനം ഉണ്ട് ഇതിനകത്തുണ്ടല്ലേ? ശരിയാട്ടോ, എന്നാ പിന്നെ തുടങ്ങാം. അങ്ങനെ 30 കിലോ കണവ ഇന്ന് ഒരുമിച്ച് നമ്മൾ കറി വെക്കുകയാണ്. കണവ പെരട്ട്. ശരിയേട്ടാ, ചേട്ടന്റെ പേര് ഇതുവരെ നമ്മൾ പറഞ്ഞില്ല. എന്റെ പേര് രാജേഷ് എന്നാണ്. കിള്ളിപ്പാലൻ രാജേഷ് എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് നൊങ്ക് രാജേഷ് എന്ന് അറിയപ്പെടുമായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ മറ്റേ പഴങ്കഞ്ഞി കടയൊക്കെ ആയിട്ട് കിള്ളിപ്പാലത്തിന്റെ അധിപനാണ് ഈ നിൽക്കുന്നത്. ആള് നമ്മളെ ഈ ചില ആൾക്കാർ നമുക്ക് വേഷം കൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആള് പുലിയാണ്. ശരി കേട്ടോ. ആ കണവയിലൊന്ന് തൊട്ട് തൊഴുത് ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടാണ് എടുത്തത്. അത് ഞാൻ ഏത് തൊഴിലും വെട്ടുവത്തി തൊട്ട് തൊഴുത് എടുക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, മറ്റൊരാളുടെ നിന്ന് വെട്ടുവത്തി വാങ്ങിക്കില്ല. കൈക്കാ കാലിലും മുറിഞ്ഞാൽ അവർക്ക് വിഷമം തോന്നും. ഞാനും ആരുടെ കയ്യിൽ കൊടുക്കാറില്ല വെട്ടുവത്തി. ഇതൊക്കെ ഈ തിരുവനന്തപുരത്തുള്ള ചില പഴമ വിശ്വാസങ്ങളാണ്. നല്ല ഭംഗിയുണ്ട് അതിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ കാണാനേ. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആന്തരിക അവയവം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മനംപുരട്ടൽ വരാം. ഇത് ഭയങ്കര രസമുണ്ട്, ഒരു ചിത്രകാരൻ വരച്ചു വെച്ച പോലെ. ഇത് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയണമെന്നില്ല. ഇത്രയും ഭീമാകാരനായ ഈ കണവ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും വൃത്തിയാക്കുന്നതെന്നും കണ്ടു പഠിച്ചോളൂ കേട്ടോ. കണ്ടോ, അതിന് ആ കറുത്ത കളറില് ടാറ് പോലെ ഇളകി പോകുന്ന കണ്ടോ? ഈ സാധനമാണ് ഈ കണവയൊക്കെ ആക്രമിക്കാനായിട്ട് തിമിംഗലമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടില് ഈ കറുപ്പിനെ അങ്ങ് കലക്കും. ഉടനെ അതിന് രാത്രി പോലെ മാറും. കണ്ടുവിടാതാകുമ്പോൾ ഈ അളിയൻ എസ്കേപ്പ് അടിക്കും. ഇതെന്തെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതാണ് കണവ നാക്കെന്ന് പറയുന്നത്. ഇത് സാധാരണ ഈ ലവ് ബേർഡ്സ് ഒക്കെ വളർത്തുന്ന ഈ ലവേഴ്സിനൊക്കെ അറിയാം. അത് ലവ് ബേഴ്സിന് ചുമ്മാ ടൈം പാസിന് കൊത്തിക്കൊണ്ടിരിക്കാൻ ഇത് വാങ്ങിയിട്ട് കൊടുക്കാറുണ്ട്. അതാണ് ഇത്. നമ്മളൊക്കെ തിന്നു കഴിഞ്ഞാൽ നമ്മളെ കിളി പോകും. ഈസ്റ്റേൺ മീറ്റ് മസാലയും ഇതിനകത്ത് ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പറയാൻ മറന്നുപോയി.
നിങ്ങളുടെ കയ്യിൽ ഈസ്റ്റേണിന്റെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഞാനത് പറയാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചത്. കാരണം നമ്മൾ ചെയ്യുന്ന കാരണമെല്ലാം പ്രേക്ഷകർ കാണണമല്ലോ. ഷുവർ. നമ്മളെ ഈസ്റ്റേൺ എന്ന് പറയാൻ എന്താ വിചാരിച്ച് വെച്ചേക്കണേ? ഞാനും കൂടെ ഒന്ന് ഇറങ്ങട്ടെ ഇതിലോട്ട്. ഈ കണവ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. ഇത് വൃത്തിയാക്കുന്നതാണ് ഇത്തിരി പാട്. കുറച്ച് നല്ല വെള്ളം ശേഖരിക്കേണ്ടി വരും അല്ലേ? അതെ. നമ്മൾ വൃത്തിയാക്കുന്ന പറയുന്നത് ഇങ്ങനെ മഷി ഇങ്ങനെ ഇറക്കി വിട്ട് തരികയാണ്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഫുള്ള് ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പൊ വരാം. യെസ്, അങ്ങനെ കട്ട് ചെയ്തെടുത്തു. എൻ്റെ അമ്മ ഇത് കട്ട് ചെയ്തപ്പോ 30 കിലോ 35 കിലോ ആയി മാറിയ ചേട്ടാ. ചേട്ടാ ഇതൊരു 10-35 കിലോ എങ്കിലും ഉണ്ട്. അമ്മേ പൊളിച്ച് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറച്ചുകൂടെ ആവശ്യമുണ്ട്. ഓക്കെ, പൂഴിക്കൊന്ന് വെളിച്ചെണ്ണ നല്ല കൊപ്ര ഉണക്കി ആട്ടി എടുക്കുന്നതാണ്. കടുക് എത്ര കിടത്തെ? കടുക് ഒരു 3-4 സ്പൂൺ ഇട്ടാൽ. കടുക് ആദ്യമായിട്ടാ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് കടുക് ഉണ്ടായിരുന്നു. അത്ര മുളക് ഇടുന്ന ശ്രദ്ധിച്ചോണം, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ൂഴിക്കുന്നൊക്കെ വന്നിട്ട് കടുക് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ നമുക്ക് പേടിച്ച് നിൽക്കാനും പറ്റത്തില്ല. സ്ഥലമാണ്. തേങ്ങ കൊത്തി അരിഞ്ഞത് 2 തേങ്ങ ചെറുതായിട്ട് കൊത്തി. ഓക്കെ, 2 തേങ്ങ ചെറുതായിട്ട് കൊത്തി. നമ്മുടെ വെളുത്തുള്ളി ചതച്ചത്, ഇത് ഇഞ്ചി അരച്ചത്. ഇത് വളരെ മഷിയോടെ അരച്ചതും ഇത് ശകലം പരുവരാന്ന് വെച്ചത്. അതാണ് ഇരിക്കുന്നത്. 2 പരുവത്തിൽ അരച്ചെടുത്ത ഇഞ്ചിയാണ് അല്ലേ? അതാണ് ഈ കളർ ചേഞ്ച് കണ്ടത്. സവാള ഏതാണ്? ഉപ്പ് ചേർത്തതാണ്. അതായത് ഈ ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുത്ത ഈ സവാള വഴകി കിട്ടും. പക്ഷെ നമുക്ക് ശകലം ചേർത്ത് ഈ സവാള കൂടുതലായി പോകും, പക്ഷെ ടേസ്റ്റ് കൂടുതലായി നല്ല വഴങ്ങി കിട്ടും. 4 കിലോ സവാള. ഇനി ഇതില് തക്കാളി ചേർക്കണം അല്ലേ ചേട്ടാ? തക്കാളി ആദ്യമേ ഇട്ട അടി പിടിക്കും, അതാണ്. അതുപോലെ തക്കാളി തക്കാളി ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇത് എത്ര കിലോ തക്കാളി ഉണ്ടാവും? 3 കിലോ തക്കാളി വരും. 3 കിലോ തക്കാളി. ചേട്ടന്റെ ഹോട്ടലിൽ കിള്ളിപ്പാലത്ത് നമ്മൾ ആ PRS ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന പഴങ്കഞ്ഞി ഒക്കെ ഉള്ളല്ലേ? ആ കടയുടെ പേര്? ഇത് കിള്ളിപ്പാലം റെസ്റ്റോറൻ്റാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ആളുകൾ അറിയപ്പെടുന്നത് പഴങ്കഞ്ഞി കടയിൽ നിന്നാണ് അറിയപ്പെടുന്നത്. പഴങ്കഞ്ഞി കടയിൽ നിന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ കിള്ളിപ്പാലം റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. പിന്നെ വേറൊരു പേര് കൂടെ ഉണ്ടോ? വിഷ്ണു ഹോട്ടൽ. അത് വിഷ്ണു മോൻ്റെ പേര്. അത് ചെറുതായിട്ട് നേരത്തെ കൂടുതൽ തുടങ്ങിയത് അവനാണ് വന്നതിന് വേണ്ടി ഉത്സാഹിച്ചത്. അപ്പോൾ അവൻ്റെ പേര് അതിൽ. അപ്പോൾ അങ്ങനെയും വിഷ്ണു ഹോട്ടൽ എന്നും കുറച്ച് പേര് അറിയപ്പെടുന്നുണ്ടല്ലേ? അവിടെ എന്തൊക്കെയാണ് ചേട്ടാ ശരിക്കും ഉള്ളത്? പഴങ്കഞ്ഞിയാണ് മെയിനായിട്ടുള്ളത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഴങ്കഞ്ഞി കിട്ടും. പിന്നെ രാവിലെ ഒരു 5-6 മണി കട തുറക്കുമ്പം ലേഡീസ് ഉൾപ്പെടെ ഉള്ളവർ പല സ്ഥലത്തുനിന്നും നടക്കാൻ പോകുന്നവരും എല്ലാവരും വരുന്നുണ്ട്. പിന്നെ രാവിലെ ടിഫൻ എല്ലാ ഐറ്റങ്ങളുണ്ട്. ചപ്പാത്തി, പൂരി, ദോശ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. ഉച്ചയ്ക്ക് പ്രധാനം നമുക്ക് ഊണാണ്. ഊണിന് ഇപ്പോൾ ഏകദേശം 60 പേർക്ക് ഇരിക്കാം. നമുക്ക് ഊണിന് സീറ്റ് തയ്യാറില്ല. ആറ്റുകാൽ പൊങ്കാലയൊക്കെ നടക്കുന്ന സമയത്ത് തലേദിവസം എന്തൊക്കെയാണ് അവിടുത്തെ വിഭവം? ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയങ്ങളിൽ ഈ മീൻ കൂട്ടിയുള്ള ഭക്ഷണം അവിടെ ചിലവാറില്ല. അപ്പം കച്ചവടം നമുക്ക് വളരെ കുറവായിരിക്കും. എന്നാലും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലി അങ്ങനെ വലുതായിട്ട് ഭക്ഷണം കടയിൽ നിന്ന് ആൾ കഴിക്കാറില്ല. കാരണം എല്ലായിടത്തും ഫ്രീ ആയിട്ട് സന്നദ്ധ പ്രവർത്തകർ കൊണ്ട് കൊടുക്കും. നമ്മൾ കടയിൽ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലേ. പിന്നെ ഈ നൊങ്ക് സർബത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ പോകും.
അതും ആൾക്കാർ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കണുണ്ട്. എൻ്റെ കടയിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല, നമ്മുടെ കട വഴിയാണ് ആറ്റുകോലി പോകുന്ന മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇനി ബാക്കി ചേരുവകൾ ചേർക്കാം. അടുത്ത ചേരുവകൾ ചേർക്കാം. അടുത്ത കുരുമുളക്. സാധാരണ ഇത്രയും എല്ലാവരും ഇടൂല, ഇത്രയും ഇട്ടാൽ അതിന് ടേസ്റ്റ് കിട്ടും. ഇത് ഒറിജിനൽ കുരുമുളകാണ്. ഇത്രയെന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പ് നോക്കിക്കോളൂ, കണ്ട് നമ്മള് സാധാരണ വീട്ടിലൊക്കെയുള്ള കപ്പ്, അതിൽ ഒരു 3/4 കപ്പ് കുരുമുളക്. ഇത് പുതിനയില, ചെമ്പയില, മല്ലിയില. അപ്പോഴേക്കും അടുത്തൊരു മണമായി. നേരത്തെ ഞാൻ ആസ്വദിച്ചിരുന്ന ആ ഒരു മണമൊക്കെ പോയിട്ട് പുതിയൊരു മണം. അടുത്തത് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചു വെച്ചത്. നാല് സ്പൂൺ അല്ലേ? ചിലപ്പം ശകലം പച്ചവെള്ളം വെച്ചേണ്ടി വരും. പച്ചവെള്ളം അടുത്ത മുളക് പൊടി അല്ലേ? കാശ്മീരി ആണല്ലേ ഇത്? നമ്മൾ മുളക് പൊടിച്ചെടുക്കുന്നതാണ്. അതിന് മറ്റേ പിരിയം മുളകും രണ്ട് മുളകും രണ്ടിനെയും മിക്സ് ചെയ്ത് പൊടിച്ചു. അത് ശരിയാ. നമ്മുടെ ഈ പല 15 കിലോയ്ക്ക് 5 കിലോ പിരിയം മുളക് ഇടും. 15 കിലോ മുളകിന് 5 കിലോ പിരിയം മുളകും കൂടെ അത് ഇടുന്നത് ഇത്തിരി കൂടെ എരിവും കളറും കളറുമാക്കി എടുക്കും. അടുത്ത് കുറച്ച് മല്ലിപ്പൊടി. ഇനി പ്രധാനപ്പെട്ട ഒരു സാധനം അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഈസ്റ്റേൺ മീറ്റ് മസാല ചേർക്കേണ്ടതുണ്ട്. മട്ടൻ മസാലയാണ്. മട്ടൻ മസാലയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മൾ ഫിഷ് ആണെങ്കിലും ഈസ്റ്റേണിൻ്റെ മട്ടൻ മസാലയാണ് ചേർക്കുന്നത്. അതിൻ്റെ പിന്നിലൊരു സീക്രട്ട് ഉണ്ട്. അത് തന്നെയാണ് പല കടകളിലെയും, ഞാൻ പറയാറുണ്ട് പല എപ്പിസോഡിലും, പല കടകളിലും ഒരു സീക്രട്ട് റെസിപ്പി കാണും. ആ റെസിപ്പി എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ ആയിരിക്കും. അവരുടെ ഒരു അറിവായിരിക്കും ആ റെസിപ്പി. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ ആയിരിക്കാം. നമ്മൾ പക്ഷേ അയ്യോ അത് ചേർക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന സാധനം ഇവരുടെ പരീക്ഷണത്തിലൂടെ അവർ അതിൽ ചേർക്കും. അത് വലിയൊരു മഹാരുചിയായിട്ട് മാറും. അതുപോലെ ഇവിടുത്തെ ഈ ഒരു എന്താണ് നമ്മുടെ കണവ പിരട്ടിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി എന്ന് പറയുന്നത് ഈസ്റ്റേൺ മട്ടൺ മസാലയാണ്. ഒരു ശകലം ഗരം മസാല കൂടെ ചേർത്തല്ലേ? അതെ. മസാലക്കൂട്ട് തയ്യാറാക്കാൻ തന്നെ 1 മണിക്കൂർ എടുത്തു. അടുത്ത് നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനോടൊപ്പം ഇട്ട് ഫ്രൈ ചെയ്ത് കോരി വെച്ചിരിക്കുന്ന അതല്ല, നമ്മൾ മീൻ ഇത് കണവയെ ചേർക്കാൻ വേണ്ടി നമ്മൾ മീൻ വറക്കുമ്പം കുറച്ച് ഇതെല്ലാം കൂടെ അതിലിടും. അപ്പോൾ മീനിൻ്റെ അംശം കൂടെ ഇതിൽ വരും. അത് നല്ല ഫ്രഷ് മീനാണെങ്കിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇതിൽ ഇതേപോലെ തന്നെ ഇതിലുള്ള മസാലകൾ ഐറ്റം തന്നെ ഇതിലുള്ളൂ. എന്തൊക്കെയാന്ന് പറയാമോ? ഇതിന് വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, മുളക് പൊടി. ഇത് നമ്മൾ എത്രത്തോളം ചേർക്കും അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കാണാനും ഒരു ഭംഗിയുണ്ടല്ലേ? കാണാനും നല്ല ഭംഗിയാണ്, രുചിയാണ്. നല്ല ഇപ്പൊ ഇത് വരണ്ട് വരുമ്പം നല്ല മിഴുമിഴാണ്. ചേട്ടൊരു സംഭവം തന്നെ കേട്ടോ. അരവണ പോലെ ആവും. ഓരോ അരവണ പോലെ ആവും എന്നാ പറഞ്ഞ. കുറച്ച് വെള്ളം ഒഴിക്കാം. ഉപ്പ് നോക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉപ്പ് നോക്കാണ്. വർണ്ണിക്കാൻ പറ്റാത്തൊരു രുചി കേട്ടോ. അതിനകത്ത് ഒന്നുമില്ല, നമ്മുടെ വെജിറ്റേറിയൻ ഫുഡാണ് ഇപ്പോൾ അതിനകത്ത് സത്യത്തിൽ നിറഞ്ഞിരിക്കുന്നത്. വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചോളും. ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെയൊക്കെ എക്സലൻ്റ് ആയിരിക്കും ഇത്രയും ഞാൻ ഈ ടേസ്റ്റ് ചെയ്തത്. പിന്നെ മീനിൻ്റെ പൊടി ചേർത്തായിരുന്നു കേട്ടോ, അത് ഞാൻ വിട്ടുപോയി.
അപ്പോൾ വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് കേട്ടോ. ഉപ്പ് വേണം. മഞ്ഞൾപ്പൊടി ആദ്യമാണ് സാധാരണ ഇടുന്നത്. എങ്ങനെ ഇട്ടാലും ഒന്ന് തന്നെ. ഒരു 30 കിലോ 32 കിലോ ഉണ്ടേ. അതിലേക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞളായി ഇട്ടത്, ഒരു നുള്ളല്ല. നവതട്ടല്ലേ. പിന്നെ അടുത്ത് നമ്മുടെ കണവ ഇതാ ഇറങ്ങാൻ പോവാണ്. മച്ചാൻ സൂപ്പർ സ്റ്റാർ ഇറങ്ങിയാണ്. പല രീതിയിൽ കണവ അതായത് പ്രിപ്പയർ ചെയ്തെടുക്കാറുണ്ട്. നമ്മളെ ഇംഗ്ലീഷുകാരാണെങ്കിൽ കണവ ഒരുപാട് വേവിക്കാറില്ല. കാരണം അത് ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ കണവ കട്ടിയായി പോകും. അവരൊരു പതുക്കെ ഒന്ന് വഴറ്റി എടുക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു മലയാളികളുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ വേവിക്കാറുണ്ട്. ഇവിടെ ചേട്ടൻ്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, ഇത് ചേട്ടൻ്റെ അടുക്കളയിലാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഈ കണവയുടെ പുറകിൽ നിൽക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ നമുക്ക് രുചി കിട്ടും. ഇത്രയും സമയം നിന്നുണ്ടാക്കാറുണ്ടല്ലേ? ഇത്രയും സമയം നിന്നുണ്ടാക്കാറുണ്ട്. അടുത്ത് നമ്മുടെ ഈസ്റ്റേന്റെ മീറ്റ് മസാല, മട്ടൺ മസാലയാണ്. അപ്പൊ ഇനി ഇത് തീ കുറച്ചെടുത്ത് അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടപ്പ് തുറക്കുമ്പോൾ സംഭവം കണവ പുരട്ട് തയ്യാറായി. അങ്ങനെ നമ്മുടെ കണവ പുരട്ട് തയ്യാറായി. ചേട്ടാ, കൊതി വന്നിട്ട് നിൽക്കാൻ പോയാ ചേട്ടാ. 2 മണിക്കൂറായിട്ട് നിൽക്കാം എൻ്റെ ചാഴത്ത്. ശരി, ഇപ്പൊ എടുക്കാം. ഓ, അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഞാനിപ്പോ എന്താ പറയണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ആദ്യം നിങ്ങളിതൊന്ന് കണ്ടോളൂ. ഇതിന്റെ രുചി ഞാനൊന്ന് അറിയട്ടെ. ചേട്ടാ, ഈ സ്പൂൺ ഞാൻ എടുത്തോട്ടെ. ഡാനിയ, നിനക്ക് തരും, നീ മിണ്ടാതിരുന്നു. ഞാൻ കഴിച്ചു നോക്കട്ടെ ആദ്യം. വാ, സൂപ്പർ ടേസ്റ്റ്. എന്റെ അണ്ണ മുഴിഞ്ഞ ടേസ്റ്റ്. ഇത് എങ്ങനെയാണ് ഇതൊക്കെ? ഇങ്ങനെ വേണം ചേട്ടാ വ്യത്യസ്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ. നിങ്ങളെ ഷെഫ് എന്നല്ല വിളിക്കേണ്ടത്, അമ്മ എന്നാണ് വിളിക്കേണ്ടത്. കണ്ടോണ്ടിരിക്കുന്ന അമ്മമാര് ചിലപ്പം നോക്കിയിട്ട് എന്റെ മക്കളെ നിങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ പഠിച്ചാന്ന് കേൾക്കും. തീർച്ചയായും കണ്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും അമ്മമാർ കുറ്റോ കുറവോ തോന്നിയിട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ തിരുത്താം. അത് കേട്ടായിരുന്നോ? അമ്മമാരിത് കണ്ടപ്പോ ഇതിൽ ഇട്ടോണ്ടിരുന്ന ഏതെങ്കിലും കുറവോ കുറ്റവോ കാഴ്ചയിൽ തോന്നിയെങ്കിൽ തിരുത്താം. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ നമ്പറിൽ അറിയിക്കുക, നിന്നെ വിളിച്ചറിയിക്കുക, ഞാൻ തിരുത്താം. പൊളിച്ചേട്ടാ, പൊളിച്ചു. എങ്കിലേ എനിക്ക് പഠിക്കാൻ പറ്റും വീണ്ടും വീണ്ടും. എക്സാക്ട്ലി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രുചി എൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ക്യാമറയിലൂടെ നിങ്ങളുടെ മുന്നിലേക്കും എത്തിയത്. ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയും നിങ്ങളുടെ മുന്നിലും എൻ്റെ മുന്നിലും എത്തും. ഇന്നല്ല, അടുത്ത ഞായറാഴ്ച. അപ്പോൾ കാണാൻ മറക്കണ്ട ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ.